പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൻ്റെ ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അനുസ്മരിക്കുന്നത് സഖാവ് വി എസിനെയാണ്. ആമുഖങ്ങളും അടിക്കുറിപ്പുകളും ആവശ്യമില്ലാത്ത സംഭവബഹുലമായ ഒരു വിപ്ലവ ജീവിതം. മരണാനന്തരവും ജനമനസ്സിൽ വികാര വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഓർമ്മകളുടെ അണമുറിയാത്ത ഒരു ഘോഷയാത്ര. വി എസിനെ ഒരു നോക്ക് കാണാൻ കോരിച്ചൊരിയുന്ന മഴയെ കൂസാതെ തിരക്ക് വകവെക്കാതെ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങൾ. അവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാവും ഒരുപക്ഷെ വി എസിന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ്. ഞാൻ ഓർക്കുന്നത് കഥാകൃത്തും കവിയുമായ ഖാദർ പട്ടേലത്തിൻ്റെ ഒരു പോസ്റ്റർ കവിതയാണ്. ആ കവിത വളരെ കുറച്ചു വരികളിൽ നമ്മുടെ കാലത്താകെ നിറഞ്ഞു നിൽക്കുന്ന വി എസിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. AI തീ കൊണ്ടൊരു പടം വരച്ചു. സർവാംഗമാളിക്കത്തുന്ന തീ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി സഖാവ് വി എസ് അച്യുതാനന്ദൻ. നമുക്കറിയാം, ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന അഥവാ മാൻ ദി തിങ്കർ എന്ന അർത്ഥത്തിൽ മലയാളമായിരിക്കണം അതിന് ഏറ്റവും മനോഹരമായ വിവർത്തനം നൽകിയിട്ടുണ്ടാവുക. കാരണം മനുഷ്യൻ, ഇംഗ്ലീഷിലെ മാൻ അല്ല, മലയാളത്തിലെ മനുഷ്യൻ. മനനം ചെയ്യുന്നവർ, ചിന്തിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് ഹോമോസാപ്പിയൻസ് എന്നതിൻ്റെ അർത്ഥവും മാൻ ദി തിങ്കർ എന്നാണ്. ഞാൻ പറയുന്നത് ഹരാരിയൊക്കെ പറയുന്ന ഹോമോസാപ്പിയൻസിൽ നിന്ന് ഹോമോ ഡ്യൂസിലേക്കുള്ള പരിവർത്തനത്തിൽ ഹോമോ ഡ്യൂസിൻ്റെ അല്ലെങ്കിൽ ഹോമോ ഡ്യൂസിൻ്റെ നിർമ്മാണത്തിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധി. അതിൻ്റെ ചുരുക്കപ്പേരാണ് AI. ഖാദർ പട്ടേലത്തിൻ്റെ കവിത തുടങ്ങുന്നത് AI ഒരു ചിത്രം വരച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അത് വരച്ചത് സാധാരണ ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത് പോലെ ചുവപ്പ് നിറത്തിലോ പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ അല്ല. ആ ചിത്രം വരച്ചത് ഒരു കളർ ബോക്സിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, എന്നാൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഒരിക്കലും അണയാൻ പാടില്ലാത്ത ഒരു അഗ്നിയാണ് പ്രോമത്യൂസ് കൊണ്ടുവന്ന ആ അഗ്നി. ആ തീ കൊണ്ടൊരു പടം വരച്ചു. സർവാംഗം തീയാളിക്കത്തി. അതിൻ്റെ അടിയിൽ എഴുതി വി എസ് അച്യുതാനന്ദൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതു മഹാനെ നാം അനുസ്മരിക്കുമ്പോഴും ആ ജീവിതത്തിൻ്റെ മഹത്വത്തെ നാം അനിവാര്യമായും സ്വാഗതം ചെയ്യും. അതേസമയം ഒരു മഹാനും വിപ്ലവകാരിയും ജീവിതത്തിൽ പൂർണ്ണതയുടെ മാത്രം ഭാഗമല്ല. വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായ ഒരു കവിത കടമെടുത്താൽ, ജീർണത ചേറിൽ താഴുന്നു, പുഴ പൂർണ്ണത നോക്കി പായുന്നു. പൂർണ്ണത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്തായ ഒരു സ്വപ്നമാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം അത് സാക്ഷാത്കരിക്കാനുള്ള സാഹസികമായ, നിരന്തരമായ, അവിരാമമായ ഒരു ശ്രമമാണ്. പക്ഷേ ആ ശ്രമത്തിൽ വിജയങ്ങളെന്ന പോലെ പരാജയങ്ങളും അനിവാര്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വി എസിനെ മാത്രമല്ല, നമ്മൾ ആരെ അനുസ്മരിക്കുമ്പോഴും സാധ്യതകൾക്കൊപ്പം പരിമിതികളും ഉണ്ടാകും. പക്ഷേ ആ പരിമിതികൾ ഓരോന്നായി എണ്ണിപ്പറയാനുള്ള അവസരമല്ല അനുസ്മരണം. മാത്രമല്ല, വി എസിൻ്റെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചു,
ആ കവിതയിലെന്ന പോലെ അടിമുടി സമരത്തിൻ്റെ തീയാളിയ ഒരു ജീവിതമാണത്. വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് ഒട്ടേറെ പ്രമുഖർ എഴുതി കഴിഞ്ഞു. മാത്രമല്ല, വി എസിൻ്റെ മരണത്തോടനുബന്ധിച്ച് പത്രങ്ങളിലെല്ലാം ചാനലുകളിലെല്ലാം എത്രയോ തവണ പല കാര്യങ്ങൾ ആവർത്തിച്ചു. അതുകൊണ്ട് ഈ ഒരു അനുസ്മരണം വളരെ സംക്ഷിപ്തമായി നടത്തുമ്പോൾ ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നത് ആവർത്തനങ്ങൾ പരമാവധി, അതെത്രത്തോളം സാധ്യമാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എങ്കിലും അത്തരമൊരു ശ്രമം നടത്താനാണ് ശ്രമിക്കുന്നത്. അതിനൊരു ഉദാഹരണം, അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള കുറവും വരാൻ പോകുന്നില്ല എന്ന അചഞ്ചലമായ ഉറപ്പിൽ ആ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കാം. അത് മറ്റൊന്നുമല്ല, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാംസ്കാരിക വിമർശക ഡോക്ടർ സുജാ സൂസൻ പങ്കുവച്ചൊരനുഭവമാണ്. ആ അനുഭവം നന്മയുടെ വൻമരമായി വളരുന്ന വി എസിനെ കുറിച്ചുള്ള വികാരാർദ്രമായ ഹ്രസ്വമെങ്കിലും സൂക്ഷ്മമായൊരു കുറിപ്പാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സൂര്യനെല്ലിയിലെ, വിവരിക്കേണ്ട ആവശ്യമില്ല, ആ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ചങ്കിടിക്കും, നമ്മുടെ കണ്ണ് നനയും. അത് പീഡനത്തിൻ്റെ ഒരു പര്യായമായിട്ട് ഇന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം അത് പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പര്യായമാണ് എന്നും നമുക്കറിയാവുന്നതാണ്. പറഞ്ഞു വരുന്നത് ആ പീഡിതരായ ആ കുടുംബത്തെ സഖാവ് വി എസ് സന്ദർശിച്ചൊരു സന്ദർഭമാണ്. ഡോക്ടർ സുജാ സൂസണും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വി എസ് ആ വീട്ടിൻ്റെ അകത്തേക്ക് കടന്നു. ആ അച്ഛനോടും വീട്ടിലുള്ളവരോടും അദ്ദേഹം ആ മുറി അടച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അഭ്യൂഹിക്കേണ്ട ആവശ്യം പോലുമില്ല. അതൊരു സാന്ത്വനിപ്പിക്കലായിരിക്കും, യാതൊരു സംശയവുമില്ല. തളരരുത് എന്ന വീര്യം പകരലായിരിക്കും, ഒരു സംശയവുമില്ല. പൊരുതി മുന്നോട്ട് പോകണം എന്ന ഒരു വലിയ പ്രത്യാശ പകർന്നു നൽകലായിരിക്കും, നമുക്കൊരു സംശയവുമില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് വി എസ് സാമാന്യം കനമുള്ള ഒരു പൊതി ആ അച്ഛന് നേരെ നീട്ടുകയാണ്. ആ അച്ഛൻ ആ പൊതി വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വി എസ് അവിടെ വന്നു എന്നുള്ളത്, ആശ്വസിപ്പിച്ചു എന്നുള്ളത്, ആവേശം പകർന്നു എന്നുള്ളത്, അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ കരുത്ത്. അതിൻ്റെ കൂടെ മറ്റൊരു പുരസ്കാരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ പോലും വി എസിൽ നിന്ന് പണം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് എന്തോ പ്രയാസമുള്ളതുപോലെ അപ്പോൾ വി എസ് പറഞ്ഞൊരു വാക്യമാണ് എനിക്ക് ഏറ്റവും വികാരാർദ്രമായി തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു മുത്തശ്ശൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി. രണ്ടാമത്തെ വാക്യം, ഇതെൻ്റെ പെൻഷൻ പണമാണ്, സർക്കാരിൻ്റെ പണമല്ല, മറ്റാരിൽ നിന്നും പിരിച്ചെടുത്ത പണമല്ല, ഇതെൻ്റെ പെൻഷൻ പണം സ്വരൂപിച്ച് വെച്ചതാണ്. അത് കേട്ടപ്പോൾ അയാളത് നന്ദിപൂർവ്വം സ്നേഹത്തോടെ സ്വീകരിച്ചു. കാർക്കശ്യക്കാരനായ ഒരു വി എസ് നമുക്ക് പരിചിതനാണ്. എന്നാൽ ആ കാർക്കശ്യക്കാരനോടൊപ്പം കാരുണ്യവാനായ ഒരു വി എസ് കൂടി. സത്യത്തിൽ അതാണ് നമ്മുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിതം. ആലോചിച്ച് നോക്കൂ, എത്ര നിസ്സഹായനാണ്, ദരിദ്രനാണ് ആ പീഡിത കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാൻ പെടാപ്പാടുപെടുന്ന ആ പാവം മനുഷ്യൻ. എന്നിട്ടും അയാൾ ആ പണം വാങ്ങാൻ ആദ്യം മടിക്കുകയും പിന്നീട് നിറഞ്ഞ സ്നേഹത്തോടെ ആ പണം വാങ്ങുകയും ചെയ്തതിൻ്റെ മാനദണ്ഡം എന്താണ്? അവിടെയാണ് വിലമതിക്കാനാവാത്ത കാരുണ്യത്തിൻ്റെ അഗാധമായ മൂല്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നാം കടക്കുന്നത്. ഇതൊരനുഭവമാണ്. ഇത്
വി എസിലെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഭാഷണങ്ങളിൽ ആ പ്രഭാഷണത്തെക്കുറിച്ചും രണ്ട് വാക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ അക്കാഡമീഷ്യന്മാർ, നമ്മുടെ ദൈക്ഷണികരിൽ ചിലർ അവരാ പ്രഭാഷണത്തെ ഒരുതരം പരിഹാസമായി ചിലപ്പോഴൊക്കെ കണ്ടുപോരാറുണ്ട്. നമ്മുടെ മിമിക്രി കലാപ്രതിഭകൾക്ക് വി എസ് ഒരു കൊയ്ത്താണ്. അവരത് നന്നായിട്ടോ അല്ലാതെയോ അനുകരിക്കാറുണ്ട്. ഒരു കലയെന്ന അർത്ഥത്തിൽ ഞാനതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ചിലരൊക്കെ പരിഹാസപൂർവം ആ പ്രഭാഷണത്തെ അടയാളപ്പെടുത്താറുണ്ട്. അവർക്ക് ചരിത്രം അറിയില്ല എന്ന് വിനയപൂർവം പറയേണ്ടി വരും. കാരണം ഈ പ്രഭാഷണ രീതി വി എസ് സ്വയം നിർമ്മിച്ചെടുത്ത ഒന്നാണ്. അത് സത്യത്തിൽ മലയാള പ്രഭാഷണ ലോകത്തിലെ ഒരൊറ്റയാൾ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ പേരാണ്. ഞാൻ അടിവരയിടുന്നു. ഒരൊറ്റയാൾ പ്രക്ഷോഭമായി ഒരു പ്രഭാഷണത്തിന് മാറാൻ കഴിയുമെന്ന് കേരളം കണ്ടത് വി എസിൻ്റെ ആ നീട്ടിയും കുറുക്കിയും പരത്തിയും ആംഗ്യത്തിൽ കുളിപ്പിച്ചും ഇളകിയാടിയും സ്വരഭേദം വരുത്തിയും പ്രത്യേക ഈണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ പ്രസംഗത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അതിന് കഥാപ്രസംഗത്തോട്, നമ്മുടെ നാടൻ പാട്ടിനോട്, നമ്മുടെ കുരുക്കഴിക്കപ്പെടുന്ന കടങ്കഥകളോട്, ഓർക്കുക, കുരുക്കഴിക്കപ്പെടാത്ത കടങ്കഥകളോടല്ല, കുരുക്കഴിക്കപ്പെടുന്ന കടങ്കഥകളോട് ഒക്കെ അതിന് വലിയ അടുപ്പമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഫ്രാൻസിസ് നറോണ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ വി എസിനെ ദ്രാവിഡൻ എന്ന് വിളിക്കുന്നുണ്ട്. അതേറെക്കുറെ കൃത്യമാണ് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം വി എസ് പ്രഭാഷണം നടത്തുന്നത് സർവകലാശാലയുടെ ഒരു സ്റ്റേജിൽ നിന്ന് പണ്ഡിതോചിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് വി എസിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് കുട്ടനാട്ട പാടങ്ങളിലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയാണ്, കർഷക തൊഴിലാളികളെയാണ്. അവരെ ആകർഷിക്കണം, അവരെ ബോധ്യപ്പെടുത്തണം, അവർക്ക് കാണിച്ചു കൊടുക്കണം അവരുടെ ജീവിതത്തിൻ്റെ അവർ പോലും കാണാത്ത ദുരിത കാഴ്ചകൾ. അങ്ങനെ നാടുവാഴുത്തത്തിൻ്റെയും ജമ്മിത്തത്തിൻ്റെയും ചൂഷണത്തിൻ്റെ ഇരകളായി ജീവിതം ചുരുങ്ങിപ്പോയ മനുഷ്യർക്ക് അങ്ങനെ ചുരുങ്ങാനുള്ളതല്ല, ആർക്കും ചുരുക്കാൻ വേണ്ടി ചുമ്മാ വിട്ടുകൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ വിലപ്പെട്ട ജീവിതമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയത്. ആ ബോധ്യപ്പെടുത്തൽ അത്ര എളുപ്പമായിരുന്നില്ല ഇന്നത്തെ പോലെ അക്കാലത്ത്. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വി എസ് വികസിപ്പിച്ച ഏറ്റവും വലിയ ആശയപ്രചാരണ രീതി എന്ന അർത്ഥത്തിലാണ് ഒരു വാക്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കും: ചിലവ് കുറഞ്ഞ ആശയപ്രചാരണ രീതികളിൽ ഒന്നായിട്ടാണ് പാഠത്തിൻ്റെ വരമ്പത്ത് നിന്ന് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ പ്രത്യേകത തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആകർഷകമാണ്. അത് അവരെ വി എസ് പറയുന്ന ആശയത്തിലേക്ക്, അവരുടെ തിരിച്ചറിവിലേക്ക്, അങ്ങനെ വി എസ് വികസിപ്പിച്ച ഒരു പ്രത്യേക പ്രഭാഷണ രീതി, ആ പ്രത്യേക പ്രഭാഷണ രീതിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ രണ്ടാമതായി. എല്ലാവർക്കും അറിയാവുന്നതാണ്, പലരും അടയാളപ്പെടുത്തി കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ മർമ്മം പൊളിച്ച ആ ഒരൊറ്റ പ്രയോഗം നമുക്കൊരു വി എസ് അനുസ്മരണത്തിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റില്ല. എത്ര ആവർത്തിച്ചാലും, സാധാരണ 101 ആവർത്തിക്കുന്ന ക്ഷീരബലിയെക്കുറിച്ച് പറയാറുണ്ട്. ആവർത്തിക്കും തോറും അതിൻ്റെ വീര്യം കൂടുകയാണത്രേ ചെയ്യുക. സാധാരണ ആവർത്തനത്തെക്കുറിച്ച് പറയാറ് ആവർത്തനം വിരസതയുണ്ടാക്കുന്നുള്ളതാണ്. എന്നാൽ ചിലത് വിരസതമായിരിക്കും, എന്നാൽ ചിലത് വീര്യം വർദ്ധിപ്പിക്കും. ഒരു ഇന്ത്യൻ ഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ അനിവാര്യമായും വി എസ് നടത്തിയ ആ പ്രസംഗം, പ്രത്യേകിച്ചും അത് പശുവിൻ്റെ പേരിൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന, ഇത് കേൾക്കുന്നവർ വിചാരിക്കും ആ പ്രവർത്തനം ഭൂതകാലമായി തീർന്നു, ആശ്വസിക്കാൻ വരട്ടെ. ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ എവിടെയെങ്കിലും
ആ പാവം ജന്തുവിൻ്റെ പേരിൽ നിസ്സഹായരായ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. ഞാൻ പറയുന്നത് VS തൻ്റെ പ്രസിദ്ധമായുള്ള ആ പ്രയോഗം മലയാളി സമൂഹം, പ്രബുദ്ധമായ മലയാളി സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞൊരു പ്രയോഗമാണ്. നമ്മൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഗോപൂജയെപ്പറ്റി വികസിപ്പിച്ച എല്ലാ ആശയങ്ങളെയും ഒരൊറ്റ പ്രയോഗത്തിലൂടെ കലക്ക് നലസിപ്പിക്കുന്ന, അബോർട്ട് ചെയ്യുന്ന ഒരു പ്രയോഗമായി അത് മാറി. VSൻ്റെ ആ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം ഇതാണ്, എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു. പശുവിൻ്റെ ഇണയാണ് കാള എങ്കിൽ കുറച്ചു നേരം അദ്ദേഹം നിർത്തും. ആ മൗന ആളുകളുടെ ഒരു കാത്തിരിപ്പാണ്. അത് കഴിഞ്ഞാൽ പശു മാതാവാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ? ഇങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അത് ജനം ഏറ്റുവാങ്ങുന്നത്. സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന സവർണ ആശയങ്ങൾ അറിയാതെ സ്വാംശീകരിച്ച ഒരു ജനത പോലും ആ ഒരൊറ്റ പ്രയോഗത്തിലൂടെ രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് കടക്കുന്നത് പെട്ടെന്ന് തന്നെ. ഞാൻ പറയുന്നത് ഈ വാക്യം VSൻ്റെ ഒരു സ്പെഷ്യൽ കണ്ടുപിടുത്തമാണ് എന്ന അർത്ഥത്തിലല്ല. ഈ ആശയത്തിനു മുമ്പ് പലരും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും. അതിരൂക്ഷമായി വിവേകാനന്ദൻ രക്ഷകരെ ആക്രമിച്ചിട്ടുണ്ട്. ഗോക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സംഘടന, രക്ഷക സംഘടന വിവേകാനന്ദൻ്റെ സമീപത്ത് ഫണ്ട് പിരിക്കാൻ ചെന്നപ്പോൾ വിവേകാനന്ദൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഗോക്കളെ രക്ഷിക്കാൻ ഫണ്ട് പിരിക്കുന്ന നേരം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത എത്രയെത്ര മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിസ്സഹായമായി നിലയ്ക്കാത്ത നിലവിളികളോടെ തോരാത്ത കണ്ണീരോടെ കഴിയുന്നുണ്ട്. അവർക്കൊരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് നൽകാൻ അങ്ങനെയാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും എനിക്ക് തരാൻ ആഹ്ലാദമാണുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ അവരുടെ മുജ്ജന്മഭാവം കൊണ്ട് വന്നു ചേർന്നതാണ്. പശു നമ്മുടെ മാതാവാണല്ലോ എന്നവർ പറഞ്ഞു. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഇതുപോലുള്ള മക്കളെ മറ്റാരും പ്രസവിച്ച് കാണില്ല എന്ന കടുത്ത ആക്ഷേപം നടത്തിയ വിവേകാനന്ദൻ്റെ ആ പ്രയോഗം വിവേകാനന്ദ സാഹിത്യ സർവസ് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ VSൻ്റെ ഈ പ്രസംഗം നമുക്ക് വായിക്കാൻ പറ്റില്ല. VSൻ്റെ ഈ പ്രസംഗം വേറൊരാൾ പറഞ്ഞാൽ നമുക്കതത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല. VSൻ്റെ പ്രസംഗം VS തന്നെ നടത്തണം. അപ്പോഴാണ് അതിൻ്റെ വീര്യം, അതിലെ പരിഹാസം നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുക. പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒരനുഭവം കൂടി പങ്കുവെക്കാം. പ്രത്യേകിച്ച് ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിലാണ് ഈ ഒരു അവതരണം എന്നുള്ളത് കൊണ്ട് ആ ഉദാഹരണം പ്രസക്തമാണ്. കാരണം ഇന്ത്യൻ നവഫാസിസം പശുവിൻ്റെ പേരിൽ നിസ്സഹായരായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നിരവധി പേരെ, ദളിതുകളെ ഒക്കെ ആക്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആക്രമണത്തിനൊപ്പം അവരുടെ ഒരു അലർച്ചയുണ്ട്, ഒരട്ടഹാസമുണ്ട്. ആ അട്ടഹാസം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ എന്നാണ്. എത്രയോ കാലത്തെ പൊതുപ്രവർത്തന പശ്ചാത്തലമുള്ള മനുഷ്യരെയും ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരെയും അവരുടെ പേര് നോക്കിയിട്ട് സംഘപരിവാർ പാകിസ്ഥാനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പറയുമ്പോൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. പേര് നോക്കി മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, അല്ലാതെയും പാകിസ്ഥാനിലേക്ക് മതനിരപേക്ഷവാദികളോട് പോകാൻ സംഘപരിവാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പേര് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് ഡോക്ടർ അനന്തമൂർത്തിയുടെ പേരാണ്. അനന്തമൂർത്തിയാണ് 2014 ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇന്ത്യ കടുത്തൊരു അപകടത്തെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി അങ്ങാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞാൻ ഇന്ത്യ വിടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യത്തിൽ അത് വളരെ പ്രതീകാത്മകമായ ഒരവതരണമായിരുന്നു. ഞാൻ ഇന്ത്യ വിടുന്നു പറഞ്ഞാൽ ഞാൻ ഇന്ത്യ വിട്ടു പോകുന്നല്ല, ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ വിട്ടുപോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ നിറം കുറയും. ഈ ഒരു അപകടത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ നമ്മൾ കണ്ടത്, നമ്മളൊരിക്കലും കാണരുത് കേൾക്കരുത് എന്ന് കൊതിച്ച ഒരു കാര്യമാണ്.
ഇവിടുത്തെ ഫാസിസ്റ്റുകൾ അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. എന്നിട്ട് പോ പാകിസ്ഥാനിലെന്ന് അദ്ദേഹം രോഗബാധിതനായി കിടക്കുമ്പോൾ ആ വീട്ടിനീറ്റം മുദ്രാവാക്യം വിളിച്ചു. എന്തിന്? അദ്ദേഹം മരിച്ചപ്പോൾ മഹാത്മാഗാന്ധി മരിച്ച സമയത്തെന്ന പോലെ മധുരപലഹാര വിതരണങ്ങൾ അവർ നടത്തി. ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് അന്ന് അനന്തമൂർത്തി നൽകിയ ആ മുന്നറിയിപ്പ് മറ്റെല്ലാവരും മനസ്സിലാക്കുകയും മറ്റെല്ലാ ദൈക്ഷണികരും അനന്തമൂർത്തിക്കൊപ്പം ഞങ്ങളും ഇന്ത്യ വിടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനന്തമൂർത്തിയുടെ ഒരു ചെറിയ ശബ്ദം വൻ ശബ്ദമായിട്ട് മാറുമായിരുന്നു. അത് സംഭവിച്ചില്ല. സച്ചിദാനന്ദ മാഷ്ടർ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഇന്ന് പറയേണ്ടത് നാളേക്ക് നീട്ടിവെച്ചത് കൊണ്ട് ഇന്നും നാളെയും നാം നേരു പറയാത്തവരായി. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നത് VS റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലൊരു മീറ്റിങ്ങിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിയാസിനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണമെന്ന് ചിലർക്കൊരു പൂതിയുണ്ട് എന്ന് നീട്ടി പറഞ്ഞിട്ട് അതിവിടെ നടപ്പില്ല എന്ന് അമർത്തി പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പ്രസംഗവും ഇതുപോലെ നിരവധിയായ പ്രസംഗങ്ങൾ. അങ്ങനെ പറയുമ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധമായ ഇത്തരം പ്രസംഗങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രഘട്ടത്തിൻ്റെ മഹാസാധ്യതകൾ എന്ന അർത്ഥത്തിൽ നാം സ്വാഗതം ചെയ്യുമ്പോഴും ഒരിക്കലും VSനെ പോലുള്ള ഒരു വിപ്ലവകാരിയിൽ നിന്ന് വരാൻ പാടില്ലാത്ത പ്രയോഗങ്ങളും വന്നിട്ടുണ്ട് എന്നും നാം ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വികാര വേലിയേറ്റത്തിൻ്റെ വിക്ഷുബ്ധമായ നേരങ്ങളിലാവണം വന്നുപോയ ചില പ്രയോഗങ്ങൾ. എന്നാൽ ആ പ്രയോഗങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് VSനെ അപഗ്രഥിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുചിതമായിരിക്കും എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ രീതിയെ ചുരുങ്ങിയത് ഒരു 85 കൊല്ലത്തെ ഇടപെടൽ രീതിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷേ ജീവിത പശ്ചാത്തലം, ദുരിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലം, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട, അതെല്ലാം സത്യത്തിൽ നമ്മുടെ കണ്ണ് നനയിക്കുന്ന, അപ്പോഴും ഉരുക്കിൻ്റെ ഉറപ്പോടെ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതത്തെ ഒരു മഹാസമരമാക്കിയ സാന്നിധ്യമാണ് സത്യത്തിൽ VS എന്ന ആ 2 അക്ഷരങ്ങൾക്കിടയിൽ നിന്ന് ആളിക്കത്തുന്നത് സമരത്തിൻ്റെ അഗ്നിയാണ്. എത്ര വെള്ളമൊഴിച്ചാലും കെടുത്താനാവാത്ത അഗ്നി. അദ്ദേഹം വലിയൊരു പ്രതീക്ഷയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ പകർന്നത്. പക്ഷേ സമീപകാലത്ത് മരണാനന്തരം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നടന്ന ആഭ്യന്തരമായ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ VSനെ മാത്രമെടുത്ത് അദ്ദേഹം മാത്രമാണ്, വേറെ ആരുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൊള്ളാവുന്ന ഒരാളായി എന്ന് പ്രചരിപ്പിച്ച ഒരു കാലം ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഓർക്കുന്നുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർ വളർന്നു വന്നത് മാധ്യമങ്ങളുടെ തണലിലല്ല. VS നടന്ന് കയറിയത് കനലുകൾക്ക് മുകളിലൂടെയാണ്. പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ ഒരു സാംസ്കാരിക വിമർശകൻ എന്ന അർത്ഥത്തിൽ ഞാൻ എഴുതിയൊരു പ്രബന്ധം, അതുകൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ അനുസ്മരണം സത്യസന്ധമാവുകയില്ല എന്നുള്ളതുകൊണ്ട് അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരായ മനുഷ്യർക്കുള്ള ആദരവ് മാത്രമല്ല, മറിച്ച് അവരെയും നമ്മളെയും നമ്മുടെ കാലത്തെയും അപഗ്രഥിക്കാനുള്ള വിനയപൂർവമെങ്കിലും ധീരമായൊരു ശ്രമം കൂടിയായി വികസിക്കണം എന്നുള്ളതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം വളരെ സംക്ഷിപ്തമായി, ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതെല്ലാം വളരെ വിശദമായ ആലോചനകളും അന്വേഷണങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അന്തിമമായ അഭിപ്രായങ്ങൾ എന്ന നിലക്കല്ല, ഒരു സംവാദം നമ്മൾ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ രാഷ്ട്രീയത്തിൽ ആൾദൈവങ്ങൾ ഉണ്ടാവുന്നത് എന്നൊരു പ്രബന്ധം ഞാൻ എഴുതുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം
വായനക്കാരുടെ കത്തുകൾക്ക് വേണ്ടി മാത്രമായി മാതൃഭൂമിയുടെ പേജുകൾ ഇത്രമാത്രം നീക്കിവെക്കപ്പെട്ട ഒരു സംഭവം അതിനു മുമ്പോ അതിന് ശേഷമോ ഉണ്ടായതായി എൻ്റെ പരിമിതമായ വായനാ പശ്ചാത്തലത്തിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം കത്തുകൾ, പലതും എന്നെ കടിച്ചു കീറുന്ന തരത്തിലുള്ള കത്തുകളായിരുന്നു, എന്നെ അതിക്രൂരമായ വിധത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കത്തുകളായിരുന്നു. ചിലത് ഞാൻ അതിൽ അവതരിപ്പിച്ച കാഴ്ചപ്പാടുകളോട് ഒത്തുനിൽക്കുന്ന കത്തുകളായിരുന്നു. ആ കത്തുകളെ, രണ്ട് തരത്തിലുള്ള കത്തുകളെയും ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, വിമർശകൻ എന്ന അർത്ഥത്തിൽ അപഗ്രഥനത്തിനുള്ള, തുടരന്വേഷണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളായി മാത്രമാണ് കണ്ടത്, ഇപ്പോഴും കാണുന്നത്, പറഞ്ഞു വരുന്നത്. അതിൽ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പിനെ പറ്റി, ആ ഇരട്ടത്താപ്പ് ഇപ്പോഴും തുടരുകയാണ്. മാധ്യമങ്ങളിൽ ചിലർ വി എസിനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്, വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, അവസാനങ്ങളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൻ്റെ ഗംഭീരമായ ആരംഭമാണ്. ഒരു തുടർ പ്രവാഹത്തിലെ ഏറ്റവും സജീവമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗം നേരത്തെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ആൾദൈവങ്ങൾ ഉണ്ടാകുന്നു എന്ന് അന്ന് ഞാൻ അടയാളപ്പെടുത്തിയ ഒരു ആശയ തലത്തിൻ്റെ ഒരു വലിച്ചു നീട്ടലായിട്ട്, അതുകൊണ്ട് തന്നെ വി എസ് ഒരിക്കലും അതല്ല. വി എസ് തൻ്റെ ജീവിതത്തിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടി എന്ന് തന്നെയാണ്. പാർട്ടിക്കകത്ത് പലതരം വിമർശനങ്ങൾ നിർവഹിക്കുമ്പോഴും അത് അനിവാര്യമാണ്. കാരണം ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ആരോഗ്യകരമായ വളർച്ച എന്ന് പറയുന്നത് വിമർശനം, സ്വയം വിമർശനം, തെറ്റുതിരുത്തൽ, ലജ്ജാബോധം, ഇതൊക്കെ കൂടി ചേർന്നതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ വിശദമായി നടത്തിയ, ഇപ്പം നമുക്കറിയാം ഏതു മനുഷ്യനും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രം കിഴിച്ചാൽ ഏതു മനുഷ്യനും പൂജ്യമാണ്, പിന്നെ ഒന്നുമില്ല. വി എസ് രൂപപ്പെട്ടു വന്നത് ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അടയാളപ്പെടുത്തിയാൽ സാമ്രാജ്യത്വ സമരം നടക്കുന്ന പശ്ചാത്തലമാണ്. അത് ജാതി മേൽക്കോയ്മക്കെതിരെ നവോത്ഥാനത്തിൻ്റെ ഇടപെടൽ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അത് നമ്മുടെ സാഹിത്യത്തിലെ ആഢ്യ സങ്കല്പങ്ങൾക്കെതിരെ ജനകീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ട് പുരോഗമന സാഹിത്യം സജീവമാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ മൂന്ന് കാലഘട്ടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സഖാ വി എസിനെ വിശകലനം ചെയ്യാനുള്ള സകല ശ്രമങ്ങളും ഉപരിപ്ലവമായിരിക്കും. അത് തൊലിപ്പുറമേ ഉരസിപ്പോകുന്ന ഒരു ഇക്കിളി ഉൽപ്പാദിപ്പിക്കും. അത് നമ്മുടെ ജീവിതത്തെ ഉഴുതുമറിക്കുന്ന ഉള്ളുണർവിലേക്ക്, അതിനെയാണ് നമ്മൾ പ്രബുദ്ധത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ടത്. അതിലേക്ക് നമുക്ക് ഉയരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധം, ആ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ മലയാളി മാതൃകയായിരുന്നു 1946 പുന്നപ്രവയലാ സമരം. അമേരിക്കൻ ഭരണം അറബിക്കടലിൽ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ വാരിക്കുന്തം കൊണ്ട് ഏതു തരത്തിലുള്ള യുദ്ധമാണ് സാധ്യമാവുക? പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, വാരിക്കുന്തം എടുത്തുകൊണ്ട് ഒരു പരിശീലനവുമില്ലാത്ത കുറേ മനുഷ്യർ മരിച്ചു വീഴാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല അത്. വളരെയേറെ പരിശീലനം ലഭിച്ച, ആ പരിശീലനത്തിൻ്റെ ഏറ്റവും വലിയ തത്വം എന്താണെന്ന് പറഞ്ഞാൽ, ആ നിലത്തിഴഞ്ഞുകൊണ്ട് വേണം. ആ ഇഴഞ്ഞുകൊണ്ട് നടത്തുന്ന സമരത്തിനിടയിൽ പലരും തലപൊക്കുകയും മറ്റും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ മരണങ്ങൾ സംഭവിച്ചത്, രക്തസാക്ഷിത്വങ്ങൾ സംഭവിച്ചത്. പക്ഷേ ആ സമരം ദിവാൻ്റെ സർസിപ്പിക്കെതിരെ നടന്ന ഐതിഹാസികമായ ആ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ അനിവാര്യ ഭാഗമായി മാറുകയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ ഐക്യ കേരളം ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് നമ്മൾ മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ അഭിമാനത്തിന് ഊർജം പകർന്ന നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1946 പുന്നപ്രവയലാ സമരം. ആ സമരത്തിൽ സഖാ വി എസ് മറ്റനവധി വിപ്ലവകാരികൾക്കൊപ്പം
സുപ്രധാനമായ പങ്ക് വഹിച്ചു എന്നും ചരിത്രമെല്ലാം വളരെ ആവർത്തിക്കപ്പെട്ടതുകൊണ്ട് കോലപ്പൻ എന്നൊരു കള്ളൻ്റെ സത്യസന്ധതയുണ്ട്. ചരിത്രത്തിലെ വലിയൊരു ഐറണിയാണത്, ഒരു കള്ളൻ്റെ സത്യസന്ധത. അല്ലെങ്കിൽ ഇന്നത്തെ VS നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. കാരണം VSനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളത് അന്നത്തെ ഭീകര ഭരണത്തിൻ്റെ അജണ്ടയായിരുന്നു. ആ അജണ്ട പൊളിച്ചത് കോലപ്പൻ എന്നൊരു കള്ളനാണ്. മരിച്ചു എന്ന് കരുതി വളരെ വേഗത്തിൽ കുഴിച്ചുമൂടാൻ, അതോടെ VS പ്രദാനം ചെയ്യുന്ന ആശയത്തെ ക്ഷീണിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആ ശ്രമം മരിച്ചിട്ടില്ല, കുഴിച്ചുമൂടാൻ സമ്മതിക്കില്ല എന്ന ഒരു കള്ളൻ്റെ നിശ്ചയദാർഢ്യം. അതുകൊണ്ട് VSനെ കുറിച്ചുള്ള അനുസ്മരണത്തിൽ VS ഉപേക്ഷിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം എപ്രകാരം നിന്നോ അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു മുൻകൂർ സാന്നിധ്യമായി, പ്രതീകാത്മകമായി നമുക്ക് ഈ കോലപ്പനെ കാണാവുന്നതാണ്. ഞാൻ പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ സജീവ സാന്നിധ്യം. 2, ജാതി മേൽക്കോയ്മക്കെതിരായ സമരം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണത്രേ അദ്ദേഹം ഈ ജാതി പീഡനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ കയ്പുള്ള അനുഭവങ്ങൾ സഹിക്കാനാവാതെ വീട്ടിലെങ്ങനെ പറയുമെന്നറിയാതെ സ്വന്തം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത്, അരയിൽ കെട്ടിയ അരഞ്ഞാണമില്ലേ, അതെന്തിനുള്ളതാണ്. പിന്നെ VSന് സംശയമുണ്ടായില്ല. അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ജാതി മേൽക്കോയ്മയുടെ പരിഹാസങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ച, തുടർന്ന് അങ്ങോട്ട് മുഴുവനും ആ രീതിയിലുള്ള ഇടപെടൽ നടത്തിയ, അതോടൊപ്പം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ആദ്യ സാഹിത്യ സങ്കല്പങ്ങളെ, കലയും സാഹിത്യവും ജനനന്മയ്ക്ക്, കലയും സാഹിത്യവും സാമൂഹ്യ പുരോഗതിക്ക് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വച്ച പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ഈ 3 പ്രസ്ഥാനത്തിൻ്റെയും ഇടപെടലിൻ്റെ തുടർച്ചയിലാണ് മലയാളിക്ക്, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന അവിഭക്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, പുന്നപ്രവേല സമരസേനാനിയും സ്വാതന്ത്ര്യ സമരസേനാനിയും, അതോടൊപ്പം ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ച ഒരു VS നമുക്കുണ്ടായിത്തീർന്നത് എന്ന് നാം വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ചരിത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചരിത്രം മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കേവലമായി വാഴ്ത്തുന്നതും, ആ ചരിത്രം മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ കേവലമായി ഇകഴ്ത്തുന്നതും രണ്ടും അചരിത്രപരമായ കാഴ്ചപ്പാടാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി തീർത്തും വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. അത് മറ്റൊന്നുമല്ല, VSൻ്റെ സ്നേഹം ഒരിടതുപക്ഷ സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ ഇടകിട്ടിയവരിൽ ഒരാൾ എന്ന നിലക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യവും, VSൻ്റെ ഏറ്റവും കടുത്ത ആക്രമണം നേരിടേണ്ടി വന്ന ഒരു സാംസ്കാരിക വിമർശകൻ എന്ന നിലയിലുള്ള ഒരു അനുഭവവും എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനതിനെ വ്യക്തിപരമായി നോക്കിക്കാണുന്ന ഒരാളല്ല. കാരണം നമ്മുടെ ആത്മനിഷ്ഠതയല്ല ചരിത്രം. നമ്മളെ ഒരാൾ ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വളരെയേറെ പ്രശംസിക്കുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യരെന്ന അർത്ഥത്തിൽ ചെറിയ തോതിലുള്ള പ്രശംസയാണെങ്കിൽ അത് തുടർച്ചയായി ഒരു പേമാരി പോലെ നമ്മുടെ തലയിൽ കോരി വീഴുന്നില്ലെങ്കിൽ നമുക്കൊരു ചെറിയ ആഹ്ലാദമൊക്കെ ഉണ്ടാവും. എന്നാൽ അത് തുടർച്ചയായി വരുമ്പോൾ പെട്ടെന്ന് ചെടിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രശംസയുടെ ആധിക്യമാണ് അസഹനീയം. വിമർശനം കുറച്ചുകൂടി നമുക്ക് ആത്മബോധമുണ്ടെങ്കിൽ നമ്മുടെ വീര്യം വർദ്ധിപ്പിക്കും. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് സൗകര്യം കിട്ടിയത്, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ അക്കാലത്തൊരു പരിചയമില്ല. അതിനുശേഷവും എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയം എന്ന് പറയുമ്പോൾ ഫോൺ വിളിക്കുക, നിരന്തരം കാണുക, സംസാരിക്കുക, അങ്ങനെയുള്ള പരിചയമൊന്നും
വി എസുമായിട്ട് മാത്രമല്ല അധികാരത്തിലുള്ള പലരുമായും ഒരു ചെറിയ അകലം പാലിക്കുന്ന ഒരു സാംസ്കാരിക വിമർശകൻ എന്ന അർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്, 1980കളുടെ അവസാനത്തിലാണ് എന്നാണ്, കൃത്യം ഇപ്പോൾ ഓർക്കുന്നില്ല. ഒരു ലൈറ്റനിങ് കോൾ AKG സെൻറ്ററിൽ നിന്നും വരികയാണ്. ഉടനെ AKG സെൻറ്ററിലെത്തണം, VS ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്ന് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ AKG സെൻറ്ററിൽ ചെല്ലുന്നു. AKG സെൻറ്ററിൽ പലരും നിൽക്കുന്നുണ്ട്. ഞാൻ വന്ന വിവരം അറിഞ്ഞപ്പം പെട്ടെന്ന് എന്നെ വിളിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലെ കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു. കോളേജ് ജോലി ഉൾപ്പെടെ ഒഴിവാക്കി തിരുവനന്തപുരത്ത് താമസിക്കാനുള്ള എല്ലാ സംവിധാനവും. പക്ഷേ പല കാരണങ്ങളാൽ ഞാനത് സ്നേഹപൂർവ്വം ആ ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള എൻ്റെ പ്രയാസം അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രയാസം അറിയിക്കുകയും ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് കാര്യമാക്കണ്ട, ഒരു 2-3 ദിവസം ആലോചിച്ചിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോഴും ഞാൻ വളരെ വിനയപൂർവ്വം പറഞ്ഞു, ഇല്ല, എനിക്ക് അത്തരത്തിലുള്ളൊരു പദവി ഏറ്റെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി. ഇതൊരു സാംസ്കാരിക പ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹം തന്നെയായിരുന്നു അത്. അത് എൻ്റെ അനുഭവത്തിലുള്ള ഒന്നാണ്. അതേക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. കാരണം ഞാനത് ഏതോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്നത് ഒഴിച്ചാൽ അതിന് വലിയൊരു പരസ്യമൊന്നും കിട്ടിയിട്ടില്ല. അത് മാധ്യമങ്ങളിലൊന്നും അങ്ങനെ അച്ചടിച്ച് വന്നിട്ടില്ല, അച്ചടിച്ച് വരേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ അത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് അടയാളപ്പെടുത്തുകയാണ്. അത് അടയാളപ്പെടുത്തുന്നതാവട്ടെ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കടുത്ത ആക്ഷേപവും ഇതുപോലെ മറ്റൊരു സാംസ്കാരിക വിമർശകനോ എഴുത്തുകാരനോ സാംസ്കാരിക പ്രവർത്തകനോ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതൊരു ചാനൽ നിരവധി മാധ്യമ പ്രവർത്തകർക്കിടയിൽ എൻ്റെ ഈ പ്രബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്ന് വേണം കരുതാൻ. സത്യത്തിൽ ആ പ്രബന്ധം അതൊരു തുറന്ന പ്രബന്ധമാണ്, ആർക്കും എങ്ങനെയും ചർച്ച ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം പ്രകോപിതനായിട്ട് എന്നെ അദ്ദേഹം അങ്ങനെ KEN കുഞ്ഞഹമ്മദ് താങ്കൾക്കെതിരായിട്ട്, സത്യത്തിൽ ആ ചോദ്യം തന്നെ തെറ്റാണ്. ഞാൻ അദ്ദേഹത്തിന് എതിരായിട്ടും എഴുതിയിട്ടില്ല, അനുകൂലമായിട്ടും എഴുതിയിട്ടില്ല. ഞാൻ മാധ്യമ വിമർശനമാണ് നടത്തിയത്. അത് ആർക്കും അനുകൂലമല്ല, ആർക്കും എതിരുമല്ല. ആ പ്രബന്ധം ഒരു തുറന്ന പുസ്തകമാണ്. അത് വിവാദകാലങ്ങളിലെ ആൾമാറാട്ടം എന്ന എൻ്റെ ചിന്ത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ആ പ്രബന്ധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒറ്റ വാചകമാണ്, എന്നെപ്പറ്റി കുരങ്ങൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതുപോലെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത, എന്നെക്കുറിച്ച് മാത്രമല്ല മറ്റു പലരെക്കുറിച്ചും പല പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം പിന്നീട് തിരുത്തിയോ ഇല്ലയോ എന്നെനിക്കറിയില്ല, ഞാനത് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത്തരമൊരു പ്രയോഗം നടത്തിയപ്പോൾ ഞാൻ അതിനോട് പ്രതികരിച്ചു. ആ പ്രതികരണം ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ മലയാള സാഹിത്യത്തിൽ തന്നെ അപൂർവമായ എന്ന് ഞാൻ വിളിക്കുന്നു, ആർക്ക് വേണമെങ്കിലും അതിനെ ഒരു സംവാദമാക്കി മാറ്റാം. അതിതാണ്, അതിനോട് പ്രതികരിച്ചുകൊണ്ട് വൈസ്രോയിമാർക്ക് വേണ്ടത് കുരങ്ങു സൂപ്പോ എന്ന പേരിൽ ഒരു പ്രബന്ധമല്ല, ഞാനൊരു പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള ആക്ഷേപത്തോട് വളരെ സർഗാത്മകമായ തരത്തിലുള്ള ഒരു പ്രതികരണം ഞാൻ ഓർക്കുന്നത്, മലയാളത്തിൽ മറ്റൊരാളും ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായ ഒരാളും ആ വിധത്തിൽ ഒരു സർഗാത്മകമായ ഒരു പുസ്തകത്തിലൂടെ തങ്ങളുടെ വിയോജിപ്പുകൾ എന്താണ്. പക്ഷേ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ അതെല്ലാം ആത്മനിഷ്ഠ തലത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് VS, അല്ലെങ്കിൽ VSനെ പോലുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രകാശമായി തീർന്ന മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നേതൃത്വം നൽകിയ എല്ലാ മനുഷ്യരും. അവർക്ക് പറ്റിയ ചില ചെറിയ പരിമിതികൾ, ആ പരിമിതികളല്ല അവർ. ആ പരിമിതികൾ തീർച്ചയായിട്ടും
രൂക്ഷമായി തന്നെ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള പിന്നോക്കം പോകലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം വിമർശനത്തെപ്പോലെ സാമൂഹ്യ ജീവിതത്തെ വീര്യവത്താക്കാൻ നമ്മുടെ മനുഷ്യ സമൂഹം മറ്റൊരു മരുന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്വയം വിമർശനം. നമ്മുടെ അകത്ത് നമ്മൾ അറിഞ്ഞു അറിയാതെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കഴുകിക്കളയാൻ ഇതുപോലൊരു മരുന്ന് സ്വയം വിമർശനം വേറെ മനുഷ്യ സമൂഹം കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നത് ഒരു നേതൃത്വം എങ്ങനെയായിരിക്കണം എന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അത് മേൽക്കോയ്മയുടെ മുമ്പിൽ ഒരു നേതൃത്വം വൻമരമാവണം. എന്നാൽ നിസ്സഹായർക്കു മുമ്പിൽ അതൊരു പുൽക്കൊടിയാവണം. പല കാരണങ്ങളാൽ ഒന്നാമത്തേതാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രണ്ടാമത്തേതാവാൻ എങ്കിലും കഴിഞ്ഞാൽ നേതൃത്വം അത് XY ആരായാലും ചരിത്രത്തിൽ ഉയർന്നു നിൽക്കും. അന്വേഷണത്തിൻ്റെ അൽഗോരിതം ഈ അനുസ്മരണം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. അത് തുടരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അഭിവാദ്യങ്ങൾ.